വെൽക്കം ടു ഐഷസ് കിച്ചൺ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ വീണ്ടും ഒരു റമദാൻ റെസിപ്പി തന്നെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു അറബ് സ്നാക്കാണ്. മുത്തബക് അല്ലെങ്കിൽ മുർത്തബക് എന്ന അറബ് സ്നാക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ പേര് കേട്ടിട്ട് ബുദ്ധിമുട്ടുള്ള പോലൊന്നും തോന്നണ്ട, നല്ല സിമ്പിളാണ്. കാരണം നമ്മുടെ പൊറോട്ടയുടെ മാവിൽ നമ്മുടെ ചിക്കനും അതുപോലെ മുട്ടയും കൂടെയുള്ള സ്റ്റഫിങ് കൊടുക്കുന്ന റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ്. കാരണം പിന്നെ ഇത് നല്ല പോപ്പുലറാണ് നമ്മുടെ നാട്ടിൽ തന്നെ. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. എപ്പോഴും ഏത് റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പൊടികളൊക്കെ അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരിപ്പയിലൂടെ ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈദ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, കൂടുതലാവണ്ട. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് ഞാനിപ്പോൾ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ 2 കപ്പ് മൈദയിലേക്ക്. അപ്പോൾ ചിലപ്പോൾ അത് 1 കപ്പ് വേണ്ടി വരും. അത് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ വെള്ളം. അപ്പോഴേ നന്നായിട്ട് എനിക്ക് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാകം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ ചിലർ ഈ ഒരു മാവിൽ മുട്ട ചേർക്കുന്നവരുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പക്ഷേ അല്ലെങ്കിൽ ഇത് സോഫ്റ്റാണ്, അതിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആണ്. അപ്പോൾ നമ്മൾക്കിതിലേക്ക് അല്പം നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ഇത് രണ്ടും വേണ്ടാത്തവർക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. അപ്പം മാക്സിമം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ചിലർക്കിത് കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ പാസ്ട്രി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സ്റ്റെപ്പ് വേണ്ട, ബാക്കിയുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിയൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യോ വെണ്ണയൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കുന്നതിൽ ഒരുപാട് നെയ്യും വെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല, പക്ഷെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അല്പം വെണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1 മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുന്നത് സിൽവർ ഫോയിൽ യൂസ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നനഞ്ഞ തുണി എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. മുകളിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്കുള്ള സ്റ്റഫിങ്ങിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് പൊരിച്ച ചിക്കനുണ്ട്, അതുപോലെ വേവിച്ച ചിക്കനുണ്ട്. വേവിച്ച ചിക്കൻ ചെറുതായിട്ട് പിച്ചിയതും പിന്നെ അതുപോലെ പൊരിച്ച ചിക്കൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതുമാണ്. അത് പാനിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 എണ്ണം. പിന്നെ അതുപോലെ മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടിയാണ് നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ള ചേരുവകൾ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 മുട്ട, പിന്നെ അതുപോലെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ അല്പം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്കുള്ള സ്റ്റഫിങ്ങിന് നിങ്ങൾക്ക് അല്പം കൂടി എരിവോ അല്ലെങ്കിൽ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ അല്പം കൂടി കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജീരകപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റഫിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം.
പിന്നെ കോഴിമുട്ട വെച്ചിട്ടുള്ള ഏത് റെസിപ്പി വരുമ്പോഴും എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ കോഴിമുട്ട എന്ന് പറയുമെന്നുള്ളത്. ഈ റെസിപ്പിയിൽ ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ആ ഒരു വേർഡ് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മെസ്സേജ് തന്നെയാണ്. എനിക്ക് നല്ല രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനും ബാക്കി എല്ലാ ചേരുവകളും കൂടി ഈ ഒരു മുട്ടയുടെ മിക്സ്ചറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ നമ്മൾക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അധികം കുഴച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരത്താനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ നമ്മളിപ്പോൾ പരത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ട് പരത്താം. ഞാനിപ്പോൾ റോളിംഗ് പിന്നായിട്ടല്ല പരത്തുന്നത്. നമ്മളിപ്പോൾ പൊറോട്ട ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീശിയിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവും. എനിക്ക് വീശാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നന്നായിട്ട് എണ്ണ ഒന്ന് പുരട്ടുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബോളിലും നന്നായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എണ്ണയോ വെണ്ണയോ എന്തെങ്കിലും ചേർത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ പൊറോട്ടയുടെ മാവ് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കണം. ഇനിയിപ്പോൾ അല്പം ചെറുതായിട്ട് മുറിഞ്ഞാലൊന്നും കുഴപ്പമില്ല. കാരണം അത് നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ശരിയായിക്കോളും. നല്ല തിന്നായിട്ട് നമ്മളിത് ചെയ്തെടുക്കണം. കട്ടി ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ആകെ മൊത്തം ഫ്ലോപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. അത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് സ്റ്റഫിങ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഒരു മാവ് നമ്മളുടെ കട്ടി ഉണ്ടെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ അത് ഉള്ളു വേവില്ല. മൈദയാണ്, വേവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇത് വളരെയധികം തിന്നായതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ മുട്ടയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് അതിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഏത് ബോർഡാണോ നമ്മൾ വെച്ച് ചെയ്യുന്നത് ആ ബോർഡ് നമ്മൾ ഗ്രീസ് ചെയ്യാനും മറക്കരുത്. അതിൽ എണ്ണ പുരട്ടി വേണം നമ്മളിപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഈ മാവിലും ഓരോ ബോളിലും നന്നായിട്ട് വെണ്ണയോ നെയ്യോ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പോൾ എണ്ണ നെയ്യ് വെണ്ണ അതൊന്നും പറ്റാത്തവരാണെങ്കിലും ദയവായിട്ട് ക്ഷമിക്കുക. ഈ റെസിപ്പിയിൽ ഇത് മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണയും നെയ്യൊക്കെ ചേർക്കുന്നത്. ഞാനിങ്ങനെ റെസിപ്പി ഞാൻ തയ്യാറാക്കാറില്ല. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്റ്റഫിങ് കൂടുതലാക്കും ചെയ്യരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാവ് വളരെ തിന്നായിട്ടല്ലേ നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഫ്രൈ പാനിലേക്ക് എടുത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സ്റ്റഫിങ് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ബോക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുർത്തബക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 4 നമുക്കിതുപോലെ ഒരുമിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒരു ഭാഗം ശരിയായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ഓരോ സമയത്തും നമ്മൾ എണ്ണ തടവി കൊടുക്കണം കേട്ടോ. അത് മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയോ നെയ്യോ വെണ്ണ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് എണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് എണ്ണയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് മൈദയാണ്. അപ്പോൾ അതുകൊണ്ട് അകത്ത് വേവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 8 അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ 2 സൈഡും മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് എണ്ണ തടവി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ മുർത്തബക്ക് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുക്കായി കിട്ടാൻ ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെറിയ ഫ്ലെയിമിൽ കൂടുതൽ നേരം വെക്കുക. രണ്ട് ഭാഗത്തും നന്നായിട്ട് ഗോൾഡൻ ആവുന്നത് വരെ കുക്കാക്കി എടുക്കുക. മൈദ ആയതുകൊണ്ട് അകത്ത് വേവാത്ത പ്രശ്നം വരും. അപ്പോൾ അതും കൂടി നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അയക്കാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്